മാർസിൽ ഒരിക്കലെങ്കിലും ജീവനുണ്ടായിരുന്നു. ഇത് പല സിനിമകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദ മാർഷ്യൻ, ടോട്ടൽ റീകോൾ, മിഷൻ മംഗൾ, അങ്ങനെ പലത്. പക്ഷേ ഇക്കുറി ഇത് സിനിമയല്ല, ശാസ്ത്രമാണ്. നാസയുടെ പെർസിവറൻസ് റോവർ ജെസേറോ ക്രേറ്ററിൽ നിന്ന് എടുത്ത പാറയിൽ വിചിത്രമായ തെളിവുകൾ കണ്ടെത്തി. ആ പാറയിൽ കണ്ടെത്തിയത് ഒരിക്കൽ തടാകത്തിൽ രൂപപ്പെട്ട മൺപാറ, ജീവൻ്റെ അടിസ്ഥാനമെന്ന് കരുതപ്പെടുന്ന ജൈവ കാർബൺ, ഭൂമിയിൽ സാധാരണഗതിയിൽ സൂക്ഷ്മജീവികളുടെ പാടിൽ മാത്രം കണ്ടുവരുന്ന വൈവനൈറ്റ്, ഗ്രൈഗൈറ്റ് എന്നീ മിനറൽസും ഇവയിൽ കണ്ടെത്തി. ഈ കൂട്ടായ്മ സാധാരണഗതിയിൽ ഭൂമിയിൽ കണ്ടാൽ അവിടെ ജീവനുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇവിടെ പ്രശ്നം ഇതല്ല. ഇത് ജീവൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണോ അതോ വേറെന്തെങ്കിലും നോൺ ബയോളജിക്കൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലം ഉണ്ടായതാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നാസ ഇതിനെ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ബയോസിഗ്നേച്ചർ എന്നാണ്. ഇത് ഒരു സാധ്യതയാണ്, തീർച്ചയില്ല. ഇത് ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ പെർസിവറൻസ് റോവറിൽ നിന്നുള്ള സാമ്പിൾ ഭൂമിയിലേക്ക് എത്തണം. ഇനി ശരിക്കും മാർസിൽ ജീവൻ ഉണ്ടെങ്കിലോ?